നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ കുറച്ചു പേർക്കൊക്കെ കുറെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, കുറച്ചു പേർക്ക് പിടികിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പൊ ഞാനൊക്കെ പണ്ട് ബിസിനസ്സിലൊക്കെ പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു 6 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ അവര് 6 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് ഉണ്ടാക്കാം പറ്റും. അപ്പൊ ഇതൊരു ബിസിനസിന്റെ തിയറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് ഒരു എസ്റ്റിമേറ്റ് ഒരാൾ 6 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് ഇന്നിപ്പോ നമുക്ക് ആ എക്സലും അതുപോലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മുമ്പ് ഞങ്ങൾ വേറെ പല മെത്തേഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോ എക്സലിന്റെ വരവോടുകൂടി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെയെല്ലാം തന്നെ ഒരു ഫോർമുലയായിട്ട് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വലിയ ജോലികളൊന്നുമില്ല. ഇപ്പൊ നേരത്തെ കണ്ട ബാർബെൻഡിങ് ഷെഡ്യൂളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാറയുടെ കെട്ടുന്ന സമയത്ത് അകത്തോട്ട് വെച്ച് കെട്ടേണ്ട കാര്യങ്ങളോ ഇതൊക്കെ തന്നെ കോമൺ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഫൗണ്ടേഷന്റെ വിഡ്ത്ത്, അതുപോലെ തന്നെ നമുക്ക് അതിന്റെ PCCയുടേത്, അതിന്റെ തിക്നെസ്സുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് അങ്ങ് നമ്മൾ കോമൺ ആക്കാം. അല്ലെങ്കിൽ ആ ഏരിയക്ക് അനുസരിച്ചിട്ട് നമ്മൾ 2 3 ഷീറ്റുകൾ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എസ്റ്റിമേറ്റ് ഒക്കെ പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ആ മെത്തേഡ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്ന 2 രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമുക്ക് എക്സലിന്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിതെങ്ങനെ ചെയ്യും, അതിനെങ്ങനെയാണ് നമ്മൾ ഫോർമുല സെറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ, ഇവയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരൊക്കെ ഈ എക്സൽ ഷീറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട, നിങ്ങൾ ഇവിടെ എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു മാനുവലായിട്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. രണ്ടാമത് എക്സലിന്റെ സഹായത്തോടു കൂടി നമുക്കിതെങ്ങനെ ഫോർമുലയായിട്ട് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ പഠിക്കുന്നത് ആ എക്സലിനെ കൊണ്ട് കംപ്ലീറ്റ് ജോലികളും ഫോർമുലയായിട്ട് സെറ്റ് ചെയ്തിട്ട ഒരു ഷീറ്റിലേക്ക് നമ്മൾ മാറും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മെത്തേഡ്. ഒന്നുകൂടെ പറയാം. ഒന്ന്, മാനുവലായിട്ട് നമ്മൾ ചെയ്യാൻ പഠിച്ചു. 2, അത് എക്സൽ ഷീറ്റിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിടാൻ പഠിച്ചു, ചെയ്ത് അവിടെ വെച്ചിട്ട് എടുക്കാൻ പഠിക്കുന്നു. 3, ആ എക്സൽ ഷീറ്റിൽ സെറ്റ് ചെയ്തതിനെ ഫോർമുലയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോഫ്റ്റ്വെയർ പോലെ ഇതിനെ ഉപയോഗിക്കാനായിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് 1ഉം 2ഉം വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒഴിവാക്കാം. മൂന്നാമത്തെ കേസ് മാത്രം മതി. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു 8 മണിക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ച കാര്യം നമുക്ക് 8 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലേക്ക് എൻട്രി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ നിങ്ങളെ മാനുവലായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. രണ്ടാമത് ഞാനിപ്പോ ഇവ തമ്മിലുള്ള എക്സൽ വെച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം. മൂന്നാമത്തെ കേസിൽ ഞാൻ അതിന്റെ ഷീറ്റ് നിങ്ങൾക്ക് തരുന്ന രീതിയിലേക്ക് നോക്കാം. ശരി, നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. എന്തുകൊണ്ട് എക്സൽ ഷീറ്റിൽ നമുക്കിതിനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് ഞാൻ ഈ സെൻട്രൽ ലൈൻ മെത്തേഡിലേക്ക് ഞാൻ പോയതിന്റെ ഒരു കാരണവും അതായിരുന്നു. നമ്മുടെ ഒരു പ്ലാൻ എടുത്തിട്ട് ആ പ്ലാനില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എർത്ത് വർക്ക് ഇത് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോക്കാം. എർത്ത് വർക്ക് നിമിഷം. ഈ എർത്ത് വർക്ക് എക്സ്കവേഷൻ എടുക്കുന്ന സമയത്ത് നമുക്കിതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷന്റെ സെറ്റപ്പ്. അപ്പൊ ഈ ഫൗണ്ടേഷന്റെ സെറ്റപ്പ് ഇതായത് കൊണ്ട് തന്നെ നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ വിഡ്ത്തിൽ നിന്നും ഈ ഒരു ഓഫ്സെറ്റ്, അതായത് ഇത് മാറുന്നതായിരിക്കും. ഈ ഒരു പിക്ചർ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലാണ് എക്സൽ ഷീറ്റ് നമുക്ക് ഒരുപാട് ഉപയോഗം ചെയ്തു വരുന്നത്. അതായത് 70 നമ്മൾ PCC എടുക്കുന്നു, അതിൽ 15 സെന്റിമീറ്റർ കനത്തിന് PCC ചെയ്യുന്നു, 60 നമ്മൾ റബിൾ വർക്ക് ചെയ്യുന്നു, 45 ബേസ്മെന്റ് ചെയ്യുന്നു, അതിന്റെ മുകളിൽ 10 അല്ലെങ്കിൽ 15 ബെൽറ്റ് ചെയ്യുന്നു. 10 ബെൽറ്റ് ചെയ്യാം, നമുക്കിവിടെ 15 കൊടുത്തേക്കുന്നത്, നമുക്ക് 10 ബെൽറ്റ് ആക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സൽ ഷീറ്റിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ബാക്കിയുള്ളതൊന്നും തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല.
അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ 70 എടുത്തു കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മൾ 60 കെട്ടുന്നത്. അപ്പൊ 70ഉം 60ഉം തമ്മിൽ 10 സെന്റിയുടെ വ്യത്യാസമാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ ഗുണിക്കുന്ന സമയത്ത് 10ന്റെ വ്യത്യാസമേ വരുള്ളൂ. ഈ 60ഉം ഈ 45ഉം തമ്മിൽ 15ന്റെ വ്യത്യാസമാണ്. അപ്പൊ ഇവിടെ ഗുണിക്കുന്നത് 15 ആയിരിക്കും. ഈ 30ഉം 45ഉം തമ്മിൽ നമുക്ക് 15ന്റെ വ്യത്യാസമാണ്. അപ്പോൾ 15ന്റെ ഡിഫറൻസ് ആയിരിക്കും ഇവിടെ വരുന്നത് എന്നുള്ളതാണ് ഈ സെക്ഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു സെക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രൽ ആൾറൗണ്ട് കിട്ടാനായിട്ട് ഇവിടുത്തെ സെൻട്രൽ ലൈൻ പ്ലസ് ഇവിടുത്തെ സെൻട്രൽ ലൈൻ ഇൻറ്റു 2 ആണ്. അപ്പൊ ഇത് നമ്മളൊരു ഫോർമുലയായിട്ട് ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. ഒരു ബിൽഡിങ്ങിന്റെ എല്ലും ബിയും കിട്ടണം. ലെങ്ത് ബേസിലുള്ള സെൻട്രൽ ലൈൻ നമുക്ക് കിട്ടണം. ബ്രെഡ്ത്ത് വൈസിലുള്ള സെൻട്രൽ ലൈൻ കിട്ടിയ കഴിഞ്ഞാൽ, അതായത് അവിടെ എൻട്രി ചെയ്യാനായിട്ട് ലെങ്ത് ബേസിലുള്ള ഇത് എൻട്രി ചെയ്യാനായിട്ട് ഒരു കോളം നമ്മൾ സെറ്റ് ചെയ്തത്. ആ കോളത്തിൽ നമ്മൾ സെൻട്രൽ ലൈൻ ബിൽഡിങ്ങിന്റെ സെൻട്രൽ ലൈനിന്റെ ലെങ്ത് ഇവിടെ എത്രയെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യാം. അടുത്ത് ബി ടൈപ്പ് ചെയ്യും. സെൻട്രൽ ലൈനാണ്, ബിയും ടൈപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഒരു ചെറിയ ബിൽഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. വലുതിലേക്ക് വരുമ്പോൾ ഞാൻ വലുതിലേക്ക് കറക്റ്റ് ചെയ്ത് തരാം. ഇപ്പൊ നമുക്ക് ചെറുത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫോർമുല ഇവിടെ സെറ്റ് ചെയ്തിടാം. ഇതിന് വേണ്ടിയിട്ട് ഈ 19.08 കിട്ടാനായിട്ട് നമുക്കിവിടെ ഫോർമുല സെറ്റ് ചെയ്താൽ മതി. ഇത് പ്ലസ് ഇത് ഇൻറ്റു 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ ഇവിടെ വരത്തക്ക രീതിയിൽ നമ്മളൊരു ഫോർമുല സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമുക്ക് എല്ലും പിയും മാത്രം നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. അതായത് സെൻട്രൽ ലൈനിന്റെ ലെങ്തും സെൻട്രൽ ലൈനിന്റെ ബ്രെഡ്ത്തും അടിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് ഇവിടെ കിട്ടും. രണ്ട്, ക്രോസ് വാളിനും ഇതുപോലെ ക്രോസ് വാളിന്റെ ലെങ്ത് മാത്രം, ക്രോസ് വാളിന്റെ ലെങ്ത് ആണ്, ആ ലെങ്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും നമ്മുടെ സെക്ഷനായ 0.70 കുറയ്ക്കണം എന്നോ അല്ലെങ്കിൽ ഇവിടെ ഇത് കുറയ്ക്കണമെന്നോ നമ്മളൊരു ഫോർമുല സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 2.48 നമുക്ക്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഈ എക്സലിൽ ഫോർമുല സെറ്റ് ചെയ്യേണ്ടത് ലെങ്തും ബ്രെഡ്ത്തും, സെൻട്രൽ ലൈനിന്റെ ആൾ റൗണ്ടിന്റെ ലെങ്ത് എടുക്കുക, ഔട്ടർ വാളിന്റെ ഈ ആൾ റൗണ്ടിന്റെ ലെങ്ത് എടുക്കുക, പ്ലസ് ഇതിന്റെ ലെങ്ത് എടുക്കുക, അത് രണ്ടും ആ ബ്രെഡ്ത്ത്, അതായത് ലെങ്തും ബ്രെഡ്ത്തും ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ഫോർമുല സെറ്റ് ചെയ്യുക, എൽ പ്ലസ് ബി ഇൻറ്റു 2. അങ്ങനെ വരുമ്പോൾ നമുക്കിത് കിട്ടും. അതിനുശേഷം നമ്മൾ ക്രോസ് വാളിന്റെ സെൻട്രൽ ലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുക. ആ ഓപ്ഷനില് ആ ഒരു ലെങ്ത് നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഒരു വാൾ തിക്നെസ് ആയ 0.70 കുറച്ച വാല്യൂ ഇവിടെ വരണം എന്ന് പറഞ്ഞ് ഫോർമുല സെറ്റ്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സലിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടി പറയാം, നോക്കാം. നമ്മളെ ഒരു സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ബാക്കി ഡിഫറെന്റ് ഷേപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നതിന് നമുക്ക് സെൻട്രൽ ലൈൻ ലെങ്തിനെ L1 എന്ന് വിളിക്കാം. ഇതിന്റെ സെൻട്രൽ ലൈൻ ബ്രെഡ്ത്തിനെ B1 എന്നും പിടിക്കാം. അപ്പോ L1ഉം B1ഉം നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ കിട്ടുന്ന ഫോർമുലയായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിടേണ്ടത് ഈ 19.08ന്റെ കോളത്തിൽ നമുക്ക് ഫോർമുല സെറ്റ് ചെയ്തിടാം. L1 പ്ലസ് B1 ഇൻറ്റു 2 എന്ന് പറഞ്ഞ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് കിട്ടും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത് കാണാനായിട്ട് നിൽക്കേണ്ട കാര്യം. അടുത്തത് ക്രോസ് വാളിന് വേണ്ടിയിട്ട് ക്രോസ് വാളിന്റെ നമ്മൾ L1 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും 0.70 കുറയ്ക്കുന്നതാണ് എപ്പോഴും ഈ അളവെന്നും നമുക്ക് സെറ്റ് ചെയ്തിടാം. ഇങ്ങനെ നമുക്ക് എത്ര ക്രോസ് വാളിന്റെ സെൻട്രൽ ലൈൻ ലെങ്ത് ഉണ്ടോ അതെല്ലാം ഇതുപോലെ ഈ ഒരു ഇത് കുറയ്ക്കത്തതാണ് ഇവിടെ വരേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിടുക. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഒരാൾക്ക് പറയാമോ എന്താണ് ഫസ്റ്റ് പാർട്ട് എന്ന്? 19.08 എന്നുള്ള സ്ഥലത്ത് നമ്മളൊരു ഫോർമുല സെറ്റ് ചെയ്യുക. നമ്മള് ലെങ്ത് വൈസിൽ സെൻട്രൽ ലൈൻ ലെങ്തിന് ഡിസ്റ്റൻസ് ആ മെഷർമെന്റിന് നമ്മൾ L1 വിഡ്ത്ത് വൈസിലുള്ള സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസിന് നമ്മൾ B1 ബ്രെഡ്ത്ത് 1 എന്നുള്ളതും ഇൻറ്റു 2 എന്നുള്ള ആ ഒരു ഫോർമുല നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൊടുത്താൽ നമുക്ക്
ഈ 19.08 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ അങ്ങനല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി 2.48 കിട്ടുന്നത് 2.48 അതേപോലെ തന്നെ നമ്മൾക്ക് ഈ 19.08 മൈനസ് അല്ലല്ല, സോറി സോറി, ഈ 3.18 ഇതിന്റെ സെൻട്രൽ ലൈൻ, ഇതിന്റെ സെൻട്രൽ ലൈൻ മൈനസ് ആ ക്രോസ് വാളിന്റെ സെൻട്രൽ ലൈൻ മൈനസ് ഈ പോയിന്റ് 0.70. 70 എന്നുള്ളത് അവിടെ ഫോർമുല സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഈ സെൻട്രൽ ലൈൻ വാൾ ഡിസ്റ്റൻസ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എത്ര ക്രോസ് വാളുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ ഈ ഒരു വീടിന്റെ മാത്രം നിങ്ങൾ ചെറിയ ഒരെണ്ണത്തിന് ആദ്യം സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ ആണല്ലോ? ഇതെല്ലാവർക്കും ഓക്കെ ആണോ? ഇവിടെ തൊട്ടാണ് നമ്മുടെ ഫോർമുലയുടെ കാര്യം തുടങ്ങുന്നത്. ഇത് ഓക്കെ ആണോ? ഞാൻ ഒരിക്കൽ കൂടി പറയണമെങ്കിൽ പറയാം. ഓക്കെയാണ് സർ. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ തൊട്ട് ബാക്കിയെല്ലാം ഈസിയാണ്. കാരണം ഈ 0.70 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന എർത്ത് വർക്ക് എക്സ്കവേഷന് വരുന്ന അതേ കാര്യം തന്നെയാണ് PCC ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഇവിടെ വരണമെന്നും ഇത് ഇവിടെ വരണമെന്നും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. എക്സലില് ഫോർമുല സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഈ ലെങ്ത് എല്ലാ സ്ഥലത്തും വരണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിടണം. ഈ ലെങ്ത്തിന്റെ കൂടെ 10 സെന്റിമീറ്റർ കൂട്ടുന്നത് ഇവിടെ വരണമെന്ന് സെറ്റ് ചെയ്തിടണം. ഇതിന്റെ കൂടെ 15 സെന്റിമീറ്റർ കൂട്ടുന്നത് ഇവിടെ വരണമെന്നും സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എസ്റ്റിമേറ്റ് കഴിയും. ഓക്കെ, സർ ആരോ ഒന്നുകൂടെ പറയുകയോ ചോദിക്കുന്നുണ്ട്. ശരി ശരി, ഒന്നുകൂടെ പറയാം. ഇവിടെ തൊട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ അതോ അല്ലാത്തതാണോ? ആദ്യം തൊട്ടോ? ഫസ്റ്റ് തൊട്ടാണോ? ഒന്ന് പറയും. ആദ്യം തൊട്ടോ? ശരി, ആദ്യം തൊട്ടൊന്നുകൂടെ പറയാം. ആദ്യം തൊട്ടൊന്നുകൂടെ പറയാം, നോക്കാം. ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ സെൻട്രൽ ലൈൻ ലെങ്തിനെ നമുക്ക് C1 L1 എന്ന് നമുക്ക് വിളിക്കാം. ഇവിടത്തെ സെൻട്രൽ ലൈൻ ബ്രെഡ്ത്തിനെ നമുക്ക് B1 എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടത്തെ ഈ കോളത്തിൽ ഫോർമുല സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം: L1 പ്ലസ് B1 ഇൻറ്റു 2 എന്ന് പറയുന്ന ഒരു ഫോർമുല സെറ്റ് ചെയ്ത്. അങ്ങനെ ആവുമ്പോൾ ഏതൊരു ഈ ബിൽഡിങ്ങിന്റെ L1 ഉം B1 ഉം നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് 19.08 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. അതായത് ബിൽഡിങ്ങിന്റെ ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ചിന്തിക്കാവൂ. ബാക്കിയുള്ള ബിൽഡിങ്ങിനെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഒടു വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെ വരുമെന്നൊന്നും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കരുത്. ഈ ഒറ്റ കേസ് മാത്രം ചിന്തിക്കുക. L1 ഉം B1 ഉം നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുത്താൽ അത് ഇൻറ്റു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോളത്തിൽ നമുക്ക് അത് കിട്ടും. എക്സൽ അറിയാവുന്ന എല്ലാവർക്കും അതറിയായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എക്സലിന്റെ ഫോർമുല സെറ്റ് ചെയ്ത ഷീറ്റ് നിങ്ങൾക്ക് എടുക്കാം. ആ സീറ്റിൽ നമുക്ക് ഇത് കണക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ എൻട്രി ചെയ്യേണ്ടത് ആകെ ഇത്രയേ ഉള്ളൂ. L1 ഉം B1 ഉം നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണോ? യെസ് ഓർ നോ പറയൂ. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കേസ്, ഫസ്റ്റ് പറഞ്ഞ കേസ്. ദെൻ സെക്കൻഡ് ഞാൻ പറഞ്ഞ കേസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ക്രോസ് വാളായിട്ട് വരുന്ന ഈ ലെങ്ത് ഉണ്ടല്ലോ, അതിനെ നമുക്ക് C1 അല്ലെങ്കിൽ CL1 എന്ന് വെക്കാം. CL1 ക്രോസ് വാളിന്റെ ലെങ്ത്, ക്രോസ് വാളിന്റെ സെൻട്രൽ ലൈൻ ലെങ്ത് ആണ്. ആ ലെങ്തിൽ നിന്നും ഒരു 0.70 കുറയ്ക്കുന്നതാണ്, അതായത് ഇവിടുത്തെ 0.70 കുറയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ റീഡിങ് കുറയ്ക്കുന്നതാണ് എപ്പോഴും ഇവിടുത്തെ ആൻസർ. ഇങ്ങനെ ഒരു ഫോർമുല സെറ്റ് ചെയ്തിട്ട് ഇത്രയും. ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ L1 സെറ്റ് അതായത് L1 എന്ന് പറയുന്ന സെൻട്രൽ ലൈൻ, വീടിന്റെ ഔട്ടർ ടു ഔട്ടറിന്റെ സെൻട്രൽ ലൈൻ, അത് L1. ബ്രെഡ്ത്തിന്റെ സെൻട്രൽ ലൈനെ B1 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ ഫോർമുല സെറ്റ് ചെയ്യേണ്ടത് L1 പ്ലസ് B1 ഇൻറ്റു 2. അടുത്ത് ക്രോസ് വാളിന്റെ സെൻട്രൽ ലൈനിൽ നിന്ന് എപ്പോഴും ഈ ഒരു ഫൗണ്ടേഷന്റെ വിട്ടായ 0.70 കുറയ്ക്കുന്നത്
ഇവിടെ വരണം എന്ന് പറഞ്ഞ് ഫോർമുല സെറ്റ് ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇവിടെ എൻട്രി ചെയ്യേണ്ടത് 3 കാര്യങ്ങൾ മാത്രമാണ്. ഈ സെൻട്രൽ ലൈനിന്റെ ലെങ്തും ഈ സെൻട്രൽ ലൈനിന്റെ ബ്രെഡ്ത്തും ക്രോസ് വാളിന്റെ ലെങ്തും മാത്രം എൻട്രി ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് കിട്ടും. ഓക്കെ, ഇതൊരാൾ ഒന്നുകൂടെ ഒന്ന് പറയും. ഈ 19.08 കോളത്തിലെ ഫോർമുല എന്താണ്? പെട്ടെന്ന് ഒരാൾ പറയും. L1 plus P1 ഉം. into 2. ഓക്കെ, വരും. അടുത്തത് ഇന്റർ വാളിന്റെ അല്ലെങ്കിൽ ക്രോസ് വാളിന്റെ 2.48 കിട്ടുന്നത് എങ്ങനെയാണ്? CL1 മൈനസ് ബ്രെഡ്ത്ത് ഓഫ് എർത്ത് വർക്ക് 0.70. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇവിടെ തൊട്ട് ബാക്കിയെല്ലാം ക്ലിയർ ആകും. ഇതെല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടി ഒന്ന് മെസ്സേജ് ചെയ്യും. എങ്കിലേ ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇത് പിടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ക്ലാസ് കാര്യമില്ല. ഓക്കെ, വരും. എല്ലാവരും ഓക്കെ ആണെന്ന് പറയുന്നു. ആ, ശരി. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്തിടാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഈ 19.08 തന്നെയാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും സെൻട്രൽ ലൈൻ. അപ്പൊ അത് എല്ലാത്തിൻ്റെയും ആദ്യം വരത്തക്ക രീതിയിൽ ഫോർമുല സെറ്റ് ചെയ്യും. ഇതിവിടെ വരണം, ഇതിവിടെ വരണം, ഇതിവിടെ വരണം. ഓക്കെ, ഇനി നമുക്ക് ഇതും കഴിക്കാം. ഇവിടം വരെ ഇത് കിട്ടിക്കഴിഞ്ഞു. 19.08 കിട്ടിക്കഴിഞ്ഞു. 2.48 കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന എല്ലാ ഐറ്റത്തിന്റെയും സെൻട്രൽ ലൈൻ ഇതായതുകൊണ്ട് ഇത് ഇവിടെ വരണം, ഈ സെയിം ക്വാണ്ടിറ്റി തന്നെ ഇവിടെ വരണം, ഇത് ഇവിടെയും വരണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഫോർമുല സെറ്റ് ചെയ്തിടുക. ദെൻ ഈ സെയിം തന്നെ ആയിരിക്കും എർത്ത് വർക്ക് എക്സ്കവേഷന്റെ സെയിം തന്നെ ആയിരിക്കും PCC. അതുകൊണ്ട് ഇത് ഇവിടെ വരണമെന്ന് പറഞ്ഞ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടാൽ മതി. ഇനി ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. അത് ഇതിന്റെ കൂടെ കൂട്ടുന്നതായിരിക്കും ഇത്. അതായത് 0.70 മൈനസ് 0.60 പ്ലസ് ഈ 2.48. ഒന്നുകൂടെ നോക്ക്. 0.70 മൈനസ് 0.60 പ്ലസ് 2.48 ആണ് നമ്മുടെ ഇവിടെ. അതായത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുന്ന വാല്യൂ ആണ്. അതിന്റെ വാല്യൂ ഇതിന്റെ കൂടെ കൂട്ടുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 2.48, 2.58. ദെൻ ഈ 2.58 പ്ലസ് ഈ 0.60 മൈനസ് 0.45 എടുക്കുക. ആ ഡിഫറൻസ് ഇതിന്റെ കൂടെ കൂട്ടുന്നതാണ് ഈ 2.73 എന്ന് പറയും. ഈ രീതിയിൽ ഫോർമുല സെറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ L1 B1 C1 പഠിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ എമൗണ്ട് നമുക്ക് കിട്ടും. ഇതാണ് നിന്റെ പവർ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും ഫോർമുല സെറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഞാൻ ഇതൊന്നുകൂടെ പറയാം. ഇവിടത്തെ കേസുകൾ ഒന്നുകൂടെ പറയാം. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കും. ഇവിടെ ഈ സെൻട്രൽ ലൈൻ ആണ് എല്ലാ സ്ഥലത്തും വരുന്നത്. ഓക്കെ, ദെൻ ഈ 2.48 എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും PCCക്കും വരുന്നത്. ഈ PCCയിൽ നിന്നും ഇതിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് 0.70യും 0.60യും തമ്മിലുള്ള ഡിഫറൻസ് അത് ഇതിന്റെ കൂടെ കൂട്ടണം. കൂട്ടുന്നതാണ് ഇതിന്റെ ഡിഫറൻസ്. ഇനി ഇതും തമ്മിലുള്ള ഡിഫറൻസ് അത് ഇതിന്റെ കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ഇവിടുത്തെ അളവ്. ഇങ്ങനെ നിങ്ങൾ ഫോർമുല സെറ്റ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് L1 B1 CL1 അടിച്ചാൽ മതി. നമുക്കിവിടെ ഈ ആൻസർ കിട്ടും. ഇതാണ് നിങ്ങൾ ചെയ്തിടേണ്ടത്. ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോകാഡ് അറിയാവുന്നവർക്ക് ഇവിടെ വരെ ഡയമെൻഷനിൽ മെഷർ ചെയ്താലും മതി. തിരിച്ചും ഡയമെൻഷനിൽ മെഷർ ചെയ്യുക, ഇതും ഡയമെൻഷനിൽ മെഷർ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം ഈ കൺസ്ട്രക്ഷനെ കുറിച്ച് പോലും അറിയണമെന്നില്ല.
ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരാൾക്കൊന്ന് പറയാമോ ഞാനിപ്പോ പറഞ്ഞ മെത്തേഡുകൾ മൊത്തം ആദ്യം തൊട്ടൊന്ന് പറയാമോ? L1 B1 CL1 അതെങ്ങനെ കിട്ടും? അതായത് ഈ ഒരു വാല്യൂ എങ്ങനെ നമുക്ക് കിട്ടും? ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു, പലരും പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇനി പറയണ്ടേ? ഓക്കെ, ഓക്കെ ആണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് പറയും, എന്നിട്ട് നമുക്ക് പോവാം. കുറച്ചു പേര് പറയുന്നു 19 പറഞ്ഞു. പറഞ്ഞു. സാർ 19.08 കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഉം. L പ്ലസ് ബി ഇൻറ്റു 2 ഉം. ഉം. L1 പ്ലസ് B1 പ്ലസ് 2 ഉം. L1 പ്ലസ് 2 B1 ഇൻറ്റു 2 അതാ 19.08. ഉം. ആ ലെന്തായിരിക്കും ഉം. PCC-യുടെയും RRM-ന്റെയും ബേസ്മെന്റിന്റെയും ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്നത്. നിങ്ങൾ ഫോർമുല സെറ്റ് ചെയ്ത് ഇടുക. ദെൻ എന്നിട്ട് 2.48 വരുന്നത് അതെന്ന് പറയുമ്പോഴത്തേക്കും ക്രോസ് വാള് ഉം. ക്രോസ് വാളിന്റെ ലെന്ത് ക്രോസ് വാളിന്റെ ലെന്ത് ലെങ്ത് മൈനസ് ഇവിടുത്തെ ക്രോസ് ലെന്തിന് 0.70. ആ അത് അപ്പൊ അടുത്ത രണ്ടാമത്തെ PCC-യുടേതും സെയിം തന്നെ വരുന്നത് ഇന്നർ വാള്. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും RRM-ന്റെ വരുന്നതെന്ന് പറയുമ്പോൾ 0.70 ബ്രെഡ്ത്ത് മൈനസ് RRM 0.6 പ്ലസ് 2.48 അപ്പൊ 2.58 കിട്ടും. അടുത്ത ബേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 0.6 മൈനസ് 0.45 പ്ലസ് 2.58 ചെയ്യുമ്പം 2.73 കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്കൊരു ഫോർമുല സെറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ശരി, നമുക്ക് ഒന്ന് ആ ഒരു ഷീറ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷീറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാല് 19.08 കിട്ടിയത്. ഇവിടെ ഞാൻ 6.36 ഇവിടെ 3.18 എൻട്രി ചെയ്തു. ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 19.08 എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇവിടെ ഞാൻ കിട്ടിയിട്ടുണ്ട് 19.02 കിട്ടാനായിട്ട് ഫോർമുല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റീഡിങ് പ്ലസ് ഈ റീഡിങ് ഇൻറ്റു 2 അപ്പോൾ 19.08. ഈ W എന്ന് പറയുന്ന സാധനം ഇവിടെ വരണമെന്നും അത് എല്ലാ സ്ഥലത്തും വരണമെന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 സ്ഥലത്ത് ഈ 4 സ്ഥലത്തും ഇത് തന്നെ വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ ഒരു ക്രോസ് വാളിന്റെ ലെങ്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 3.18. അതായത് ഞാൻ ഈ ചുവപ്പ് കളറിൽ കാണുന്ന ഈ സ്ഥലത്ത് ഇത് മാത്രമേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവകാശം. ബാക്കി ഒന്നും ഞാൻ എഡിറ്റ് ചെയ്യാൻ പാടില്ല. ബാക്കി ഈ ഭാഗത്തെല്ലാം കാണുന്നത് ഓട്ടോമാറ്റിക് വന്നു. അപ്പൊ ഇവിടെ 3.18 ആണ് എന്റെ സെന്റർ ലൈൻ. ഇവിടെ ഞാൻ വാളിന്റെ വിഡ്ത്ത്, ഫസ്റ്റ് വാളിന്റെ വിഡ്ത്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.76. അപ്പൊ ഇതിലൊന്നും നമ്മൾ തൊട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇപ്പൊ 3.18 സ്ഥാനത്ത് വേറെ ഇവിടെ കൊടുത്തു, ഇവിടെ 0.70 കൊടുത്തു. അപ്പൊ അതാ ഇവിടെ റീഡിങ് മാറി, അടുത്ത റീഡിങ് മാറി, അടുത്തത് മാറി, അടുത്തത് ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് ഇത് പ്ലസ് 0.1. ഇതാണ് ഇവിടെ കാണാം F13 പ്ലസ് 0.1. അടുത്ത് ഇത് കൊടുത്തേക്കുന്നത് ഈ F18 എന്ന് വെച്ചാൽ ഇത് പ്ലസ് 15. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും കൂടെ ഗുണിച്ചിട്ട് എനിക്ക് ഇവിടെ എമൗണ്ട് കിട്ടും. ഇതാണ് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത് ഫോർമുല. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഞാനിപ്പോ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു റീഡിങ് ഞാൻ മാറ്റിയാൽ ഇത് മൊത്തം മാറും.
ഓക്കെ, ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഒരു ഫോർമുല സെറ്റ് ചെയ്തിട്ടുണ്ടാ മതി. അപ്പൊ ഇവിടെ ഇത് കൊടുക്കുക, കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് സെറ്റ് ചെയ്യുക 19.08 കിട്ടാനായിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഗുണിച്ചെടുക്കുക. ഈ ഇത് ഇവിടെ കൊടുക്കുക, എന്നിട്ട് അതിനെ മ്യൂട്ട് ആരോ ഓപ്പൺ ചെയ്തിട്ടേക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, ശരി. ആരൊരാൾ മ്യൂട്ട് ഓപ്പൺ ആണ്. ശരി, ഓക്കെ. അപ്പൊ ഇത് ഇത്രയും ഓക്കെ ആണോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഈ ഒരു ഷീറ്റ് സംഘടിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് വാങ്ങിയാലും നിങ്ങൾക്ക് ഇത് ഇത്രയും ചെയ്തു പോകാൻ പറ്റും. ഈ ബിൽഡിങ്ങിന്റെ വർക്ക് ഇത് കണക്ക് നമുക്ക് ചെയ്യും. ഈ ഒരു കൊച്ചു ബിൽഡിങ്ങിന്റെ നിങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് വലുതിലേക്ക് പോകാം. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. എക്സൽ ഷീറ്റ് വർക്ക് ചെയ്ത് കാണിക്കണം. വർക്ക് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇവിടെ 6.36 എന്ന് പറയുന്നത് 6.36 എന്ന് പറയുന്നത് ഞാനൊരു 5 ആക്കുകയാണ്. 5 ആക്കുകയാണ്. ആക്കി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഇതെല്ലാം മാറിക്കഴിഞ്ഞു. അപ്പൊ 16.36 ആയി. അതിന്ന് ഇതിന്റെ എല്ലാത്തിന്റെയും മാറിക്കഴിഞ്ഞു. ഇവിടെ വരെയുള്ള സെൻട്രൽ ലൈൻ മാറിക്കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി ഞാൻ ക്രോസ് വാൾ എന്ന് പറയുന്നത് ഞാനൊരു 10 സെന്റി കൂടെ കൂട്ടുകയാണ്. 3.28 ആക്കിയാണ്. 3.18 എന്നുള്ളത് 3.28 ആക്കിയാണ്. ഓക്കെ, അപ്പോഴിവിടെ ഇതെല്ലാം മാറിക്കഴിഞ്ഞു. ഇതെല്ലാം മാറിയതാണ്. 2.58 ആയി, 2.68 ആയി, 2.9 ആയി. ഇങ്ങനെ നമുക്ക് ഇവിടെ എത്ര മാറ്റുന്നോ, ക്രോസ് വാളിന്റെ റീഡിങ് ഞാൻ എത്ര മാറ്റുന്നോ അതിനനുസരിച്ച് മാറി. 10 സെന്റി കൂട്ടിക്കഴിഞ്ഞാൽ 10 സെന്റി ഇവിടെ എല്ലാത്തിനും. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് കുറയ്ക്കാനും ക്രോസ് വാളിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒന്നും നമ്മൾ കൂടുതൽ അറിയണമെന്ന് പോലും ഇല്ല. അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? അതായത് 5 ഐറ്റം ക്ലിയർ ആണോ? എർത്ത് വർക്ക്, ക്ലിയറിംഗ് ദി സൈറ്റ്, എർത്ത് വർക്ക് എക്സ്കവേഷൻ, PCC, RR, ബേസ്മെന്റ്, അതിന്റെ ഫൗണ്ടേഷനും ബേസ്മെന്റ്. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോവാം. അടുത്തത് വരുന്നത് നമുക്ക് എർത്ത് ഫില്ലിംഗ് ആണ്. അപ്പൊ എർത്ത് ഫില്ലിങ്ങിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് റൂമിന്റെ ഇന്റേണൽ മെഷർമെന്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ് ബെറ്റർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂമിന്റെ റൂമിന്റെ ഇത് അകത്ത മെഷർമെന്റ് നമ്മൾ കൊടുത്തു. അകത്ത മെഷർമെന്റ് നമ്മളിവിടെ കൊടുത്തു. 3.18ഉം 3.18ഉമാണ് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ റൂമിന്റെ സൈസ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ അളവിൽ നിന്നും നമ്മളൊരു 0.45 നമ്മൾ കുറച്ചിട്ടുള്ള അളവ് ഇവിടെ കൊടുക്കണമെന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ വരും. അതായത് നമ്മുടെ ബേസ്മെന്റിന്റെ കനം ഉണ്ടല്ലോ, അത് കുറയുമല്ലോ. ഇപ്പോൾ 22.5 അപ്പുറവും 22.5 ഇപ്പുറവും. അതുപോലെ ഇപ്പുറത്ത് നിന്ന് ഈ അളവിൽ നിന്നും അതുപോലെ ഈ അളവിൽ നിന്നും ഞാൻ 0.45 കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇവിടെ കൊടുക്കും. അതുപോലെ അടുത്ത രണ്ടാമത്തെ റൂമുണ്ട്. നമുക്കിവിടെ എല്ലാ റൂമിന്റെ അളവ് സെയിം ആണ്, അതുകൊണ്ടാണ് ഇവിടെ മാറാത്തത്. പക്ഷെ ഈ റൂമിന്റെ അളവ് ഇവിടെ കൊടുക്കുന്നതിൽ നിന്നും ഈ അളവിൽ നിന്നും സെറ്റ് ചെയ്ത് കിട്ടും. അടുത്തത് ഈ റൂമിന്റെ അളവ് ഇത് ഇവിടെ കൊടുത്തു. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും ആ റൂമുകളുടെ ലെങ്തും ബ്രെഡ്ത്തും നമ്മൾ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ 0.45 എന്ന് പറയുന്ന ഈ ഒരു വിഡ്ത്ത്, അതായത് നമ്മുടെ ബേസ്മെന്റിന്റെ വിഡ്ത്ത് ഇതൊന്ന് കുറച്ചിട്ട് ഇവിടെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ 0.45 തന്നെ കുറയ്ക്കണമെന്നോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മതി. അങ്ങനെ ആയി കഴിയുമ്പോൾ 0.45 സെന്റിയാണ് കനം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ കിട്ടും. അപ്പൊ ഇവിടെ എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് അവകാശമുള്ള 3 കേസുകൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തത് പറഞ്ഞത് നമ്മൾ
സെൻട്രൽ ലൈൻ ലെങ്ത് ചെയ്യണം, സെൻട്രൽ ലൈൻ ബ്രെഡ്ത്ത് ചെയ്യണം, ക്രോസ് വാളിന്റെ ലെങ്ത് ചെയ്യണം. ഇനിയിപ്പോ പറഞ്ഞത് റൂമിന്റെ ഇന്റേണൽ ഡയമെൻഷൻ നമ്മൾ ഇന്റേണൽ അല്ല, സെൻട്രൽ ലൈൻ ഡയമെൻഷൻ, റൂമിന്റെ സെൻട്രൽ ലൈൻ ഡയമെൻഷൻ ഇവിടെ എൻട്രി ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ അതിന്ന് 0.45 വീതം കുറച്ചിട്ടുള്ളത് ഇവിടെ എർത്ത് വർക്ക് എക്സ്കവേഷനിലേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഒരാൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എർത്ത് വർക്ക് എക്സ്കവേഷൻ മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലും മതി. ഞാനിപ്പോ പറഞ്ഞത് എന്താണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ എങ്ങനെയാണ് 2.73 കിട്ടുന്നത്? പറയൂ, ആരെങ്കിലും പെട്ടെന്ന് പറയും. ഒന്നുകൂടെ പറയണോ? ആരുമില്ലേ? പ്ലാൻ എടുക്കണോ ഞാൻ? ആരെങ്കിലും ഒരാൾ പറയും. ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. സർ -0.45 ചെയ്യുമ്പോൾ ആ 2.73. അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ക്ലോസ് വാൾ ഇതിന്റെ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് ഇവിടെ 3.18 ആണ്, ഇത് 3.18 ആണ്. അതുകൊണ്ട് ആ 3.18 ഒന്ന് അടിച്ചു, തിരിച്ച് ഇങ്ങോട്ടുള്ളതും 3.18 ആണ്. അപ്പൊ അത് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് ഇന്റേണലായിട്ട് വരേണ്ടത് ഇവിടെ നിന്ന് ഒരു 0.45 കുറയ്ക്കുന്നതായിരിക്കും. 22.5 ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് ഒരു 22.5 വരും. അതുകൊണ്ട് 45 കുറയ്ക്കാനായിട്ട് ഫോർമുല സെറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഒരു 22.5 വരും, ഇവിടെ നിന്ന് ഒരു 22.5 വരും. അപ്പോൾ 45 കുറയ്ക്കാനായിട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള സാധനം കിട്ടിക്കഴിയും. ഇനി ഇതേ കണക്ക് തന്നെ അടുത്ത റൂമിന്റെ ഞാൻ കൊടുത്തു 3.18, 3.18. അപ്പോൾ അതിന്റെയും സെൻട്രൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അവിടെ നിന്ന് നമുക്ക് റൂമിന്റെ ഇൻസൈഡ് മെഷർമെന്റുകൾ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പ്ലിന്ത് ബീമിന്റെ കേസാണ്. അപ്പോൾ പ്ലിന്ത് ബീമിന്റെ കേസിൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്, ആദ്യം നമുക്ക് 19.08 എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ സെൻട്രൽ ലൈൻ ലെങ്ത്. അതായത് നമ്മളിപ്പോ ഈ പ്ലിന്ത് ബീം ചെയ്യുന്നത് നമ്മുടെ ബേസ്മെന്റിന്റെ ഫുൾ വിഡ്ത്തിലാണ്, അതായത് 45 സെന്റിമീറ്റർ വിഡ്ത്തിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 0.45 തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2.73 കിട്ടുന്നത് ഇത് തന്നെയാണ്. അതായത് ബേസ്മെന്റിന്റെ വിഡ്ത്തും ഇതായതുകൊണ്ട് ഈ റീഡിങ് തന്നെ ആയിരിക്കും ഇവിടെയും വരേണ്ടത്. സോറി, ഈ റീഡിങ് ഇത് തന്നെയാണ് ഇവിടെയും വരേണ്ടത്. ബേസ്മെന്റിന്റെ വിഡ്ത്തും നമ്മൾ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും വരേണ്ടത്. ഈ വിഡ്ത്ത് തന്നെ ഇവിടെ വരുന്നു, ഈ വിഡ്ത്ത് തന്നെ ഇവിടെ വരുന്നു. നമ്മുടെ തിക്നെസ് മാത്രം 0.10 ആണ്, അത് മാത്രം സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ ആകെ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ആദ്യത്തെ ഈ ഒരു എൻട്രി കഴിയുമ്പോൾ തന്നെ, നമ്മൾ തുടക്കത്തിലെ എൻട്രി കഴിയുമ്പോൾ തന്നെ ഇതുവരെയുള്ള റീഡിങ്ങുകൾ നമുക്ക് കിട്ടും. രണ്ടാമത് ഇതും കൂടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, റൂമിൻ്റെതും കൂടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ റീൻഫോഴ്സ്മെന്റ് ഒഴിച്ചിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ ക്വാണ്ടിറ്റികളും നമുക്ക്. ഇതാണ് ഈ ഒരു എക്സൽ ഷീറ്റിന്റെ പവർ. ഇനി നമുക്കുള്ളത് ആ റീൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങൾ മാത്രമാണ്. അതും നമുക്ക് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് റീൻഫോഴ്സ്മെന്റിന്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് റീൻഫോഴ്സ്മെന്റിന്റെ പ്രത്യേകതകൾ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു.
നമുക്ക് ഒന്ന് ഫോർമുല ഇട്ടിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് സിസ്റ്റം വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ എം ക്യൂബ് എത്രയാണോ അതിന്റെ ഇത്ര ശതമാനം വരണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഓരോന്നിന്റെ ഇന്നർ വാൾ മെയിൻ ബാറുകൾ മെയിൻ എത്രയാണ് എന്നുള്ളത് നമുക്ക് എടുത്ത് ഇവിടെ എൻട്രി ചെയ്തിരുന്നാൽ നമുക്കിവിടെ കിട്ടും. അപ്പോൾ 6.93 ആണ് നമുക്ക് കിട്ടിയത്. അതിന്റെ അറിയാം നമ്മുടെ ഇതിന്റെ ലെങ്ത് പ്ലസ് നമ്മുടെ ഇവിടത്തെ ലെങ്ത് പ്ലസ് U4 ആണെന്ന് പറഞ്ഞു. U4 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് 6.93. 6.93 കിട്ടുന്നത് നമുക്ക് അന്ന് അറിയാമായിരുന്നു. കമ്പിയുടെ 0.15 വീതം രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ തല ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളിവിടെ ഫോർമുല സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. അങ്ങനെ നമുക്ക് 6.93 എന്ന് കിട്ടും. അത് ഞാൻ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇതുപോലെ തന്നെ അടുത്ത കേസും ഇതിന്റെ ബ്രെഡ്ത്ത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ബിൽഡിങ്ങിന്റെ ഇത് കൊടുക്കുന്നതിന് സെൻട്രൽ ലൈൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ കിട്ടും 3.75 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇതിന്റെ ഈ സൈഡിൽ നിന്ന് ഈ 3.14 നിന്ന് ഇതിന്ന് ഈ 3.75 വരാനും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 15ന്റെ 2 എണ്ണം 0.06ന്റെ 2 എണ്ണം ഇങ്ങനെ നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടത്തെ വെടുത്ത് കിട്ടും. അങ്ങനെയാണ് നമുക്ക് 3.75 വരും. അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു ഇത് ഫോർമുലയായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. ആ 3.75 കിട്ടാനായിട്ട് ഇതിൽ നിന്നും നമ്മുടെ ഈ ഒരു ഫോർമുല സെറ്റ് ചെയ്തിട്ടിരുന്നാൽ മതിയാവും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, എങ്ങനെയാണ് ആ കമ്പിയുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ നമുക്ക് ഇന്നർ വാള് ക്രോസ് വാളുണ്ട്. ആ ക്രോസ് വാളിന്റെയും ഇതേ കണക്ക് തന്നെ ഇവിടെ ലെങ്ത് നമുക്ക് സെൻറ്റർ ചെയ്യാം. ആ ലെങ്ത് കിട്ടുന്നത് നമ്മുടെ ഇവിടുത്തെ ക്രോസ് വാളിൽ നിന്ന് നമുക്ക് ആ ലെങ്ത് ഇവിടെ നിന്ന് കിട്ടും. ഇതാ ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ട്. ഈ ക്രോസ് വാളിന്റെ ലെങ്ത് തന്നെയാണ്. അവിടെ നിന്നും നമുക്ക് ഇതിലേക്ക് കിട്ടാം 2.75 വരാൻ പറ്റും. അപ്പൊ ആ ഒരു ലെങ്തിൽ നിന്ന് 3.18 നിന്നും നമുക്ക് 3.75 വരാനായിട്ട് നേരത്തെ പറഞ്ഞത് കണക്ക് നമ്മൾ കൂട്ടിയെടുക്കാം. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിന്റെ ബെൽറ്റ് ബീമിന്റെ ഔട്ടറിലും ഇന്നറിലുമുള്ള കമ്പിയുടെ എണ്ണമായി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ പ്ലാനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, പ്ലാൻ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് നമ്മുടെ പ്ലാനിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് മൊത്തത്തിലുള്ളത് ഇങ്ങനെയാണ് വാള് ഇരിക്കുന്നത്. ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു പീസും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള 2 പീസാണ്. 2 ബീം കെട്ടി വെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ 2 ബീമിന്റെയും ലെങ്ത് കണ്ടുപിടിക്കാനാണ് ഞാനിപ്പോൾ നമ്മളിവിടെ നിന്ന് സെൻട്രൽ ലൈനിൽ നിന്ന് തന്നെ നമ്മളിവിടെ ഫോർമുല സെറ്റ് ചെയ്തു. 6.36 നിന്നും 6.93 വരണം. ആ 93 ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ 6.93 കിട്ടുന്ന മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് അടുത്ത ക്രോസ് വാൾ എന്ന് പറയുന്നത് 3.75 ആണ്. ആ 3.75 കിട്ടുന്നത് നമ്മുടെ ഇവിടെ നിന്ന് 3.18ന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞത് കൂട്ടുന്നതായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 3.75 കിട്ടും. അടുത്തത് നമുക്ക് അടുത്ത ഈ ക്രോസ് വാളാണ്. ആ ക്രോസ് വാളിന് 3.75 തന്നെയാണ്. അതായത് ഇതിന്റെ ലെങ്ത് തന്നെയാണ് ഇത്. അതുകൊണ്ട് ഇവിടെ ഫോർമുല സെറ്റ് ചെയ്തിടേണ്ട കാര്യമില്ല. എങ്കിലും പലപ്പോഴും മാറിപ്പോകും എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ക്രോസ് വാളിന്റെ ലെങ്ത് മാറിയാലോ എന്ന് വെച്ചിട്ടാണ് ഈ 3.18 എന്ന് നമ്മളിവിടെ ഈ പറയുന്ന 3.75 വരും. അപ്പൊ ആ റേറ്റിൽ നിന്നും കൂടെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് സ്റ്റിറപ്പാണ്. സ്റ്റിറപ്പിൻ്റെത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ട് വയ്ക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിറപ്പിന്റെ എണ്ണം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇവിടെ ഫോർമുല സെറ്റ് ചെയ്താൽ 147 എന്ന് പറയുന്ന ഫോർമുല W8 എന്ന് വന്നിട്ടുണ്ട്. ആ ഫോർമുല നമുക്ക് ഇവിടെ നിന്ന് നമ്പർ ഓഫ് ബാർ കിട്ടാനായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടിരുന്നാൽ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 147 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ബാർ കിട്ടാനായിട്ട് W6, അതായത് ഇതിൽ നിന്നും ഇതും കൂടെ നമുക്ക് എടുത്താൽ മതിയാവും.
ഈ 128 കിട്ടാനായിട്ട് നമുക്ക് നമ്മുടെ റൗണ്ട് ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരുന്നത് ഈ പറയുന്ന ഇതാണ് 19.08 അതിനെ 0.15 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്റെ കൂടെ നമുക്ക് ഒരെണ്ണം കൂടെ കൂട്ടിയെടുക്കുമ്പോഴത്തേക്ക് 128 കിട്ടും. അടുത്തത് നമുക്ക് 2.73 അതിനെ നമ്മൾ ഇത് കണക്ക് 0.18 കൊണ്ട് ഭാഗിച്ച് കഴിയുമ്പോൾ 19 കിട്ടും. അതിന് നമ്മൾ റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണം കൂടെ കിട്ടും. അങ്ങനെ ടോട്ടൽ നമുക്ക് 147 കിട്ടും. ആ 147 നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇനി ഒരു സ്റ്റിറപ്പിൻ്റെത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിന്റെ ബീമിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.10 ആണ്. അതിൽ നിന്ന് നമുക്ക് ഫോർമുല സെറ്റ് ചെയ്തിട്ടിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്കിവിടെ ബീമിന്റെ ടോപ്പ് ബാറും ബോട്ടം ബാറും എത്രയെന്നുള്ളത് നമുക്കിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ സെറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടും. അപ്പൊ നിങ്ങളുടെ ജോലി ഇത് രണ്ടെണ്ണവും ഇതും ഇത്രയും മാത്രം നിങ്ങൾ എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ഇതിൽ കിട്ടിക്കോളും. ഇതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ 5% വേസ്റ്റേജ് ഒക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. അതായത് നിങ്ങൾ 6.36 എന്ന് പറയുന്നത് മാറ്റുന്ന സമയത്ത് ഈ റീഡിങ്ങുകളെല്ലാം മാറും. നോക്കാം, നമുക്ക് 6ലേക്ക് പോയി കഴിയുമ്പോൾ ഇതെല്ലാം മാറും. ഇവിടുത്തെ സെൻട്രൽ ലൈൻ മാറും, ഇതിന്റെ റീഡിങ്സുകൾ മാറും, ഇതെല്ലാം മാറും. ഓക്കെ, ഇനി ഞാൻ മൂന്നാമത്തെ ലെവലിലേക്ക് പറഞ്ഞതാണ്. നിങ്ങൾ ഇതെല്ലാം മറക്കാം. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒന്നും മനസ്സിലായില്ലെന്ന് വെച്ചോളൂ. ഈ ഒരു ഷീറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നാൽ മാത്രം മതി. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മൂന്നാമത്തെ ലെവലാണ് ഞാൻ പറയുന്നത്. ഈ ഷീറ്റ് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. എങ്കിൽ നിങ്ങൾ സെൻട്രൽ ലൈനിന്റെ ലെങ്ത്തും സെൻട്രൽ ലൈനിന്റെ ബ്രെഡ്ത്തും അടിക്കുക. ഇവിടെ ക്രോസ് വാളിന്റെ ലെങ്ത് അടിക്കുക. വാളിന്റെ ഈ വിഡ്ത്ത് ഉണ്ടെങ്കിൽ അതും ഇടണമെന്നില്ല, ഇല്ലെങ്കിൽ ഇത് തൊടാൻ പോണ്ട. ഇനി റൂമിന്റെ ലെങ്ത് അടിച്ചു കൊടുക്കുക. റൂമിന്റെ ക്രോസ് വാളിന്റെ ലെങ്തും റൂമിന്റെ സൈസാണ്. ആ റൂമിന്റെ ലെങ്തും ബ്രെഡ്ത്തും അടിക്കുക. അടുത്ത റൂമിന്റെ ലെങ്തും ബ്രെഡ്ത്തും അടിക്കുക. ഇത്രയും അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കി ഈ കമ്പിയുടെ എല്ലാം കണക്ക് കൂട്ടി നമുക്കിവിടെ മൊത്തം ആൻസർ നമുക്കിവിടെ തരും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഈ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾ വെച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റിലെ ഞാൻ പറഞ്ഞു നമുക്ക് മാനുവലായി ചെയ്യാന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് ഫോർമുല സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. ഇനി മൂന്നാമത് ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എത്ര സെൻട്രൽ ലൈൻ വേണമെന്നോ, അതില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലെത്ര മെയിൻ ബാർ വേണമെന്നോ, അല്ലെങ്കിൽ സ്റ്റിറപ്പിന്റെ സൈസോ സ്റ്റിറപ്പിന്റെ ഇതോ ഒന്നും നമ്മളിവിടെ നോക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം യൂണിഫോം ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതായത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിതെല്ലാം കൃത്യമായിട്ട് കിട്ടും. ഓക്കെ ആണോ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു ഷീറ്റിൽ ഇത്രയും എൻട്രി ചെയ്യണമെന്നുള്ളതിൽ മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ സ്പെസിഫിക്കേഷൻ മാറ്റാതിരുന്നാൽ നിങ്ങൾ ഈ കാര്യവും ഇത്രയും എൻട്രി ചെയ്താൽ മാത്രം മതി. ഇതൊന്നും തൊടണമെന്ന് പോലും ഇല്ല. 1, 2, 3, 4, 5, 6, 7, 8 റീഡിങ് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതാണ് ഇതിന്റെ പവർ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഞാൻ ഈ 8 ക്ലാസ് പഠിപ്പിച്ചതും നിങ്ങൾ പഠിക്കണമെന്നും ഇല്ല. അതിലെ ആദ്യത്തെ 5 ക്ലാസ് ഇപ്പൊ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇതായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ് ഇതിലേക്ക് പോകാം. അതാണ് നമ്മുടെ ബില്ലിങ്ങിലേക്ക് നമുക്ക്. അപ്പൊ അതിന്റെ ലിൻഡലിന്റെ ഇത് കൊടുത്തു, ഇവിടെ കൊടുത്തു, എനിക്കിതാ ടോട്ടൽ എമൗണ്ട് കിട്ടി. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങളുടെ ബില്ലിങ്ങിന്റെ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു. എമൗണ്ട് പെർ ഡേ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങളിപ്പോൾ ഈ ഷീറ്റിൽ ചെയ്യേണ്ടത്, ഈ ഒരു എക്സൽ ഷീറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം മറക്കാം. എന്നിട്ട് ഇവിടെ സെൻട്രൽ ലൈൻ ലെങ്ത് മെഷർ ചെയ്യുക, ഇവിടെ സെൻട്രൽ ലൈൻ ബ്രെഡ്ത്ത് കൊടുക്കുക, ഇവിടെ സെൻട്രൽ ലൈനിന്റെ ക്രോസ് വാളിന്റെ സെൻട്രൽ ലൈൻ കൊടുക്കുക, ഇവിടെ റൂമുകളുടെ സെൻട്രൽ ലൈൻ കൊടുക്കുക.
ഇത്രയും മാത്രം ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ സ്പെസിഫിക്കേഷനും കൂടെ നിങ്ങൾ അതേ കണക്ക് പാലിക്കുകയാണെങ്കിൽ ഇത്രയും എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ആൻസറുകളെല്ലാം കൃത്യമായിട്ട് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എത്രയാണ് എമൗണ്ട് എന്ന് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഈ 1,47,125 രൂപ എന്ന് പറയുന്നത് കിട്ടും. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ എന്താണ്, എസ്റ്റിമേറ്റ് ആണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ബില്ലിന്റെ എമൗണ്ട് അറിയണം. അതായത് ബില്ലിൽ നിങ്ങൾക്ക് എത്ര കിട്ടും. അങ്ങനെ വരുമ്പോൾ ആ ബില്ലിന്റെ എമൗണ്ടും ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തു നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലിങ്ങിന്റെ എമൗണ്ടിന് ഫോർമുല ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ബില്ല് നമുക്ക് കിട്ടുന്നത് 1,41,820 രൂപയായിരിക്കും. ഇവിടെ 1,47,125 രൂപയുടെ ഈ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഞാൻ സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ 1,41,820 രൂപയെ കിട്ടും. ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിടാമെന്നാണ് ഇതിന്റെ പ്രത്യേകത. കാര്യം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആ ഫോർമുല സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ എമൗണ്ടും നിങ്ങളുടെ എസ്റ്റിമേറ്റിന്റെ എമൗണ്ടും നിങ്ങൾക്ക് ഇവിടെ ഈ ബില്ല് ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ടും നമുക്ക് കിട്ടും. അതിൽ വേറൊന്നുമില്ല, നിങ്ങൾക്കറിയാം 7 15 സെന്റിയാണ് കുറയ്ക്കുന്നത്. അപ്പൊ ലെങ്തിൽ 15 സെന്റി, ബ്രെഡ്ത്തിൽ 15 സെന്റി. അത് വെച്ചുകൊണ്ട് ഇവിടത്തെ എന്ത് ചെയ്യും, ഇവിടെ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കും. അതായത് നമ്മുടെ സെൻട്രൽ ലൈനിൽ നിന്നും 0.60 കുറയ്ക്കണം. ഇതുപോലെ ഓരോന്നിൻ്റെ ഇടയിൽ ഇവർ 0.15 കുറയ്ക്കണം. ഇത് സെറ്റ് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. അർച്ചന, എന്തിനാ അർച്ചന ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അർച്ചനയ്ക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ലേ? ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണോ? ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? ശരി. അപ്പൊ ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് എന്തുകൂടെ വേണം? ഇതിപ്പോഴ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് എന്തിനാണ്? ഫുൾ കോൺക്രീറ്റ് ആണ്. അതായത് നമ്മളെ പ്ലിന്ത് ബീമിന്റെ ഫുള്ളായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ഷീറ്റാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതേ സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷീറ്റ് കൂടെ സെറ്റ് ചെയ്തിടാം. അതിൽ നമുക്ക് എന്ത് ചെയ്തു, ബ്രിക്ക് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബ്രിക്ക് വർക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതേ കണക്ക് തന്നെ ഇവിടെ ചെയ്യാം. ഇവിടെ ബ്രിക്ക് വർക്കിന്റെ കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതൊന്നും നിങ്ങൾ തൊടണ്ട. നിങ്ങൾ കൊടുക്കേണ്ടത് ഇവിടെയും ഇവിടെയും ഇത്രയും സ്ഥലത്ത് റീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാം മാറിക്കിട്ടും. ഇപ്പൊ ഇവിടെ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാം. 6.36 എന്നുള്ളത് 6.46 ആക്കിയാണ്. 46 ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. ഇവിടുത്തെ കമ്പിയുടെ റേറ്റും കമ്പിയുടെ കാര്യങ്ങളും എവരിത്തിങ് കാര്യങ്ങൾ മാറും. ഇപ്പൊ നോക്ക്, ഞാൻ ഇപ്പൊ 88.05 ആയിരുന്നു. നിങ്ങളത് മാറ്റിക്കഴിഞ്ഞാൽ ഷീറ്റ് 2. ഓക്കെ. അപ്പൊ ഇവിടെ സോറി മാറി. ഓക്കെ. അപ്പൊ ഷീറ്റ് 2 ഒന്ന് ചെറുതാക്കാം, കാണാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഷീറ്റ് 2 നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിങ്ങൾ മാത്രം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തടി ഇത് നമ്മൾ കട്ട വെച്ചിട്ട് ചുടുകട്ട വെച്ച് ചെയ്യുന്നില്ലേ, ആ ചുടുകട്ട വെച്ച് ചെയ്യുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കിട്ടും. അതുപോലെ അതിൻ്റെയും ഇപ്പൊ പ്ലിന്ത് ബീം നമ്മൾ ബ്രിക്ക് വർക്കാണ് നമ്മൾ കൊടുത്തേക്കുന്ന, അതിൻ്റെയും ഇവിടെ അതിന്റെ എമൗണ്ട് കിട്ടും.
ഇവിടെ 1,36,000 രൂപയാണ് നിങ്ങൾക്ക് ബില്ലിങ്ങിൽ വരുന്നത്. അതേസമയം നമ്മൾ 1,41,000 രൂപയായിരിക്കും നമ്മൾ കട്ട വെച്ച് കെട്ടുകയാണെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റ്. ആ എസ്റ്റിമേറ്റ് പ്രകാരം നിങ്ങൾ സൈറ്റിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 1,36,309 രൂപയായിരിക്കും നിങ്ങൾക്ക് ബില്ലായിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പ്ലിന്ത് ബീമിന് ബ്രിക്ക് വർക്ക് ചെയ്യുന്ന പ്ലിന്ത് ബീമും ഒന്നും, രണ്ടാമത്തത് ഫസ്റ്റിലെത്തത് നമുക്ക് അത് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വരുന്നത്. ഇങ്ങനെ രണ്ട് ഷീറ്റ്, RCC ബീം ഫുൾ ബ്രാസസ് ഇതാണെങ്കിൽ ഇവിടെ എൻട്രി ചെയ്യുക. ഇനി രണ്ടാമത്തെ കേസാണ് ഞാൻ എടുക്കുന്നെങ്കിൽ ഞാൻ ഈ രണ്ടാമത്തെ ഷീറ്റ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് അതിൽ എൻട്രി ചെയ്യും. എൻട്രി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇതിൻ്റെ അവിടെ ബാർബെൻഡിങ് ഷെഡ്യൂൾ കിട്ടി, എത്ര കമ്പി വേണമെന്ന് കിട്ടി, അതുപോലെ എനിക്ക് ടോട്ടൽ എത്ര രൂപയാവുമെന്ന് ബില്ല് സഹിതം കിട്ടും. അപ്പൊ ബില്ലിങ്ങിൻ്റെ അത് നമ്മൾ ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഇത്രയും സാധനങ്ങൾ എൻട്രി ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. ഇവിടെ ഈ പറയുന്ന രണ്ട് റീഡിങ്ങും ഇവിടുത്തെ റീഡിങ്ങും കണ്ടുപിടിക്കാനും അത് എൻട്രി ചെയ്യാനും മാത്രം നിങ്ങൾ പഠിച്ചിരുന്ന നിങ്ങൾക്ക് ഈ എസ്റ്റിമേഷൻ സുഖമായിട്ടും ഫാസ്റ്റായിട്ടും അതുപോലെ തെറ്റ് വരാതെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് എക്സലിന്റെ പവർ. അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം നമ്മൾ 8 മണിക്ക് ക്ലാസ് കൊണ്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന 8 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഇത്രയും കോളം മാത്രം എൻട്രി ചെയ്യുക, നമ്മൾ സ്പെസിഫിക്കേഷൻ മാറ്റരുത്, ഇത്രയും. ഇനി അഥവാ സ്പെസിഫിക്കേഷൻ മാറ്റുന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക്കേഷന് കണക്കാക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഷീറ്റ് 1 ഷീറ്റ് 2 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത കണക്ക് നമുക്ക് ഓരോ ഷീറ്റുകളായിട്ട് സെറ്റ് ചെയ്തിടുക. ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇത് മൂന്നാമത്തെ ലെവലാണ്. നിങ്ങൾക്ക് ഞാനിപ്പോ ഇതൊന്നും പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഷീറ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റുമല്ലോ, അത് മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ മറക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഷീറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, ഒരു എക്സൽ അറിയാവുന്നവരെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പോലുള്ള കയ്യിൽ ഈ സാധനം ഉണ്ടാവും. ഇവിടെ ഇത് എൻട്രി ചെയ്യാൻ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, ബാക്കിയൊന്നും നിങ്ങൾ അറിയണ്ട. ബാക്കിയൊക്കെ ഈ ആപ്പ് ഈ എക്സൽ ഷീറ്റ് ചെയ്തു. അതായത് ഇതുവരെ നിങ്ങൾ ക്ലാസ് എടുത്ത ഈ 8 ക്ലാസ്സും നിങ്ങൾ അറിയണമെന്നില്ല. നിങ്ങൾക്ക് അറിയേണ്ടത് എന്താ? ഈ വർക്ക് എത്ര രൂപയ്ക്ക് തീരും, ഈ വർക്ക് എത്ര രൂപയായിരിക്കും നിങ്ങൾക്ക്? 1,41,647 രൂപയായിരിക്കും എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഈ വർക്ക് നിങ്ങൾ ചെയ്തിട്ട് ബില്ല് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 1,36,309 രൂപ കിട്ടും. ഇത്രയും കാര്യങ്ങൾ, ഈ 8 ക്ലാസ്സിലെ കാര്യങ്ങൾ ഈ ഇതിനകത്ത് ഫോർമുല രൂപത്തിൽ എടുത്തു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അത് എടുത്തു വയ്ക്കാനും നിങ്ങളുടെ ജോലി അല്ല, നിങ്ങളത് ചെയ്യണമെന്നുമില്ല. നിങ്ങളുടെ ജോലി ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ റീഡിങ്സുകൾ എൻട്രി ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനീ പറയുന്നത്, ഇതുപോലെ നിങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിന്റെ മൊത്തം വർക്കുകൾ ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ, PCC, അതുപോലെ ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, എർത്ത് ഫില്ലിങ്, അതുപോലെ പ്ലിന്ത് ബീം, ഇത്രയും ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തത്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിന്റെ മൊത്തം സെറ്റ് ചെയ്തിടാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടെ എൻട്രി ചെയ്യേണ്ടി. ഇപ്പൊ സ്ലാബിന്റെ ഒക്കെ കേസ്, ടൈൽസ് ഒക്കെ വരുമ്പോൾ കുറച്ച് റീഡിങ്സ് കൂടെ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മാറ്റാതിരുന്നാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ ചെയ്തിടുന്നത്. അപ്പോൾ ഓരോരുത്തരും 6 മണിക്കൂർ ചെയ്യുന്ന ജോലികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്കൊക്കെ പോകാൻ പറ്റൂ. ഇനി ഇതേ സാധനം തന്നെ നമ്മൾ എന്താ കഴിഞ്ഞ ദിവസം ഇരുന്ന കണക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് കയറി മത്സരിക്കാൻ പറ്റില്ല. അതാണ് ഈ എക്സൽ ഷീറ്റിന്റെ പവർ. അപ്പൊ അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാം. ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സാറേ ആ എക്സൽ ഷീറ്റ് സ്ക്രീൻഷോട്ട് അടിക്കട്ടെ.
എക്സൽ ഷീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ? അതെടുത്തോളൂ. സ്ക്രീൻഷോട്ട് എടുത്തെന്ന് പറഞ്ഞിട്ട് വർക്കാവൂല. ഈ എക്സൽ ഷീറ്റ് ആണെങ്കിലേ വർക്കാവുള്ളൂ. അല്ല, അത് സെറ്റ് ചെയ്താൽ മതിയല്ലോ. നമുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ. നോക്കിയിട്ട് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്താ സെറ്റ് ചെയ്തോളൂ. ഞാൻ ഫുൾ ആയിട്ട് എടുക്കണം. ഫുൾ ആയിട്ട് ചെയ്യണം. ചെയ്യാമെങ്കിൽ ചെയ്തോളൂ. സാറേ ഒരു ഡൗട്ട് വെച്ചിട്ട് സാറേ. ആ. സാറേ ഹലോ. പറഞ്ഞു ചോദിച്ചോളൂ. സാറേ നമ്മുടെ ഈ ബ്രിക്കിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ എംസാൻഡ് അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെയായിരിക്കും ഒപ്പം എടുക്കേണ്ടത്? അതൊന്ന് പറയാമോ ഇതുപോലെ സാറേ? എക്സൽ ഷീറ്റ് സെറ്റ് ചെയ്താ എല്ലാ എക്സൽ ഷീറ്റ് ചെയ്യാന്നേ. ഇപ്പൊ എം ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പൊ റബിൾ വർക്ക് ഒരു ലോഡ് പാറ കെട്ടാൻ എത്ര എം ക്യൂബ് വേണം, അതിനെത്ര ജോലിക്കൂലി വേണം, ഇതിനെത്ര സിമന്റ് വേണം, ഇത്ര മണ്ണ് വേണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൈ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കമ്പിയുടെ കിട്ടുന്നുണ്ടോ? അതുപോലെ നമുക്ക് ചെയ്തിടാവുന്നേ ഉള്ളത്. ആദ്യം നിങ്ങൾ ഈ വർക്ക് പഠിക്കുക. വർക്ക് പഠിച്ചതിന് ശേഷം ഒരിക്കലേ ഈ ശരിയാകും. ഒരു ബിസിനസ്സിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരിക്കൽ മാത്രമേ നമ്മൾ ആ ജോലി ചെയ്യാവൂ, പിന്നെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇവിടുന്ന് കിട്ടുന്നുണ്ടാ ബാർബൻഡി ഷെഡ്യൂൾ കിട്ടിയത് കണ്ടാ? ഇത് നമ്മുടെ ബാർബൻഡി ഷെഡ്യൂളാ, ഓർമ്മയുണ്ടാ? ആണോ? ശരിയാണ് ശരിയാണ് സാർ. ഇത് ഓട്ടോമാറ്റിക് കിട്ടിയതാ. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാ. ഒരിക്കൽ ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ മുകളില് സെൻട്രൽ ലൈൻ ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ഈ ബാർബൻഡി ഷെഡ്യൂൾ ക്രിയേറ്റ് ആയി വന്നതാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതുപോലെ സബായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഷീറ്റുകൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രിക്ക് വർക്കും കിട്ടും, സിമന്റും കിട്ടും, മണ്ണും കിട്ടും, കമ്പിയും കിട്ടും, എവരിത്തിങ് കാര്യങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. അതാ ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആധുനികമായ ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് വന്നെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പലരും പഠിപ്പിക്കുന്നില്ല, ചെയ്യുന്നില്ല. ഇപ്പോഴും ഇല്ല, പാരമ്പര്യ രീതിയിൽ ചെയ്തു പോവുകയാണ്. ഇനി ഇതൊന്നും നമ്മൾ അറിയണമെന്ന് പോലും ഇല്ലല്ലോ. ഇപ്പൊ ഇത് അറിഞ്ഞൂടാത്ത ഒരാൾക്ക് ഈ ബാർബൻഡി ഷെഡ്യൂൾ കിട്ടിയില്ലേ? ഏത് കമ്പി എടുക്കണം, അത് എത്രയ്ക്ക് മുറിക്കണം, എത്ര പീസാക്കണം, അതിന് എത്ര സ്റ്റിറപ്പ് ഉണ്ടാക്കണം, ഇതൊക്കെ നമുക്ക് കിട്ടിയല്ലോ. അതിന്റെ ബില്ലിങ്ങും കിട്ടി, എസ്റ്റിമേറ്റും കിട്ടി അല്ലേ? ഇത് അതിന്റെ എസ്റ്റിമേറ്റ്, മറ്റത് അതിന്റെ ബില്ലിങ്. അപ്പൊ അത് രണ്ടും കിട്ടിയല്ലോ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ് സാറേ. അപ്പൊ അതുപോലെ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇടാനായിട്ട് പഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ പഠിക്കുന്നത് നമുക്ക് ടൂൾസുകളാണ്. സോഫ്റ്റ്വെയറുകൾ നമ്മൾ പഠിക്കുന്നത് നമ്മളെ സഹായിക്കാനാണ്. ആ സഹായിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലേ നമ്മൾ ചെയ്യാവൂ. ബാക്കി കാര്യങ്ങൾ ഇവനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണം. അങ്ങനെ ഒരു പഠനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ഹൈ ലെവലുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായിരുന്നു യഥാർത്ഥത്തിൽ എസ്റ്റിമേറ്റിന്റെ പഠനം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 എസ്റ്റിമേറ്റ് വരും. ഒന്ന് എന്താണ്, നമ്മുടെ ഓഫീസിൽ നമ്മൾ എടുക്കുന്ന എസ്റ്റിമേറ്റ്. 2 നമ്മളത് സൈറ്റിൽ ചെയ്യുമ്പോൾ ബില്ലായിട്ട് കിട്ടുന്ന എസ്റ്റിമേറ്റ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിയണം. ഇത് എത്രയാണെന്ന് അറിയണം. അത് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ആ വർക്കിന് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ്, അതിന് എത്ര ഇത് വേണം, വുഡ് വേണം, എത്ര ടൈല് വേണം, എത്ര ബ്രിക്സ് വേണം, എത്ര കമ്പി വേണം, എത്ര മണ്ണ് വേണം, സിമന്റ് വേണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ബൈ ആയിട്ട് നമുക്കിത് ചെയ്തിടാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്കൊരു വർക്ക് ഫാസ്റ്റായിട്ടും ലാഭകരമായിട്ടും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരെണ്ണം ചെയ്യാൻ പറ്റിയ നിങ്ങൾ ചോദിക്കുന്ന സാലറിയിൽ ആൾക്കാർ നിങ്ങളെ എന്ത് ചെയ്യുകയും ചെയ്യും, എടുക്കുകയും ചെയ്യും. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ജോലിയില്ല, ശമ്പളമില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയും അതായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു ക്വാണ്ടിറ്റി സർവേയുടെ പഠനമെന്നുണ്ട്. പലപ്പോഴും പറ്റുന്നത് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇതിനൊക്കെ എസ്റ്റിമേറ്റ് എങ്ങനെ എടുക്കണമെന്നായിരിക്കും പഠിപ്പിക്കുക. അതല്ല യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഒരു ഡ്രോയിങ് റീഡ് ചെയ്യാൻ പഠിക്കണം. 2 അത് വെച്ച് നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാൻ പഠിക്കണം. 3 അത് വെച്ച് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പഠിക്കണം. 4 ചെയ്യേണ്ടത് ആ ഒരു ജോലി നമ്മൾ ഒരിക്കലേ ചെയ്യാവൂ, പിന്നീട് നമ്മൾ ചെയ്യാം. ആ ലെവലിലേക്ക് എക്സലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സെറ്റ് കൂടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരായിട്ട് മാറാൻ സാധിച്ചു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെയൊക്കെ വിജയത്തിന്റെ രഹസ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം.
ഓക്കെ, താങ്ക് യു. ഹലോ ആ പറഞ്ഞോ. സാറേ ഇതിന്റെ ഒരു PDF കിട്ടോ? ഫുള്ള് സ്ക്രീൻഷോട്ട് അടിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല? PDF ഫയൽ കിട്ടിയാൽ മതി. എക്സൽ ഫയൽ വേണ്ട, ആ, PDF ഫയൽ ആയാലും മതി. ശരി, നമുക്കത് കറക്റ്റ് ചെയ്യാം കേട്ടോ. ശരി എന്നാൽ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് ഇട്ടോ? അല്ലല്ലോ, അറ്റൻഡൻസ് ഇട്ടോ? അപ്പൊ നിങ്ങൾക്ക് ആർക്കും എക്സൽ ഷീറ്റ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തരാത്തത് കേട്ടോ. ആരും ചോദിക്കുന്നില്ല. അപ്പൊ ഞാൻ ഗ്രൂപ്പില് കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഷീറ്റ് തരുമോന്നൊക്കെ. സർ ലിങ്ക് അയച്ചിട്ടില്ല. ഇപ്പൊ വന്നിട്ടുണ്ടോ? എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആലോചിക്കാം. ഓക്കെ, ശരി, ഓക്കെ സാറേ, ഓക്കെ താങ്ക് യു. താങ്ക് യു സാർ.